എൻ്റെ പേര് സുരേന്ദ്രൻ എന്നായിരുന്നു. ഇപ്പോൾ ഫ്രാൻസിസ് ആണ്. ഞാൻ പാലാ രൂപതയുടെ വാഗമൺ ഇടവകയിൽ ആണ് എൻ്റെ വീട്. അപ്പോൾ വീട്ടിൽ എനിക്ക് അമ്മയും 2 മക്കളും, ജീവിതപങ്കാളി 2 മക്കളും ഉണ്ട്. പിന്നെ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പാരമ്പര്യമായിട്ട് ഹൈന്ദവ വിശ്വാസം എന്നതാണ്. ഞാൻ 1981 മെയ് മാസം 4-ാം തീയതി പിന്നെ വീടിനടുത്ത് വാഗമണിൻ്റെ ആശുപത്രിയിൽ ഞാൻ അഡ്മിറ്റായി വയറുവേദനയായിട്ട്. അപ്പോൾ 4-ാം തീയതി അഡ്മിറ്റ് ആകുന്നു, 12-ാം തീയതി ഡിസ്ചാർജ് ആകുന്നു. അപ്പോൾ ഈ ആ രോഗാവസ്ഥയിൽ എൻ്റെ അടുത്ത് കിടന്ന രോഗി ജോസഫ് എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ ഇങ്ങനെ കാലിത്തൊഴുത്തിൽ പറഞ്ഞവന് കരുണ നിറഞ്ഞ പാട്ട് പാടി, അതിനകത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അപ്പം ഞാനും അറിയാതെ ഈ പാട്ടിങ്ങനെ പാടി പഠിച്ചുകൊണ്ട് നടന്നു. പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അറിയാതെ എനിക്ക് യേശുവിൽ വിശ്വാസം വന്നു. പിന്നെ പിന്നെ ഡിസ്ചാർജായി വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നെ യേശുവിൽ എനിക്ക് വിശ്വാസമായി. അങ്ങനെ ആ 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഞാൻ അമ്പലങ്ങളിൽ പോവുക ഒന്നും ചെയ്തില്ല. 28-ാം വയസ്സിൻ്റെ വിവാഹം കൊല്ലത്തു നിന്നാണ് വൈഫിൻ്റെ വീട്. വിവാഹം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വൈഫിൻ്റെ വീട്ടിൽ ഭയങ്കര കുടുംബം അമ്പലമൊക്കെ ഉള്ള വലിയ വീടാണ്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങളിങ്ങനെ അവിടെ എന്നെ കൊണ്ട് അമ്പലത്തിൽ ചുറ്റാൻ പോയി. അപ്പോൾ ഞാൻ ചുറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ പ്രാർത്ഥിച്ചിട്ട് ഒന്നും ചെയ്തില്ല, പക്ഷെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് നല്ല ചൈതന്യമാണെന്ന് പറഞ്ഞ്. അതിനുശേഷം പിന്നെ എൻ്റെ കമ്പനിയിലെ പണി കളഞ്ഞ് ഞാൻ എസ്റ്റേറ്റ് വന്ന് പിന്നെ എസ്റ്റേറ്റ് ജോലിയായിരുന്നു, തേയില എസ്റ്റേറ്റ് പണി പോയി. അവിടുന്ന് പിന്നെ തിരിച്ച് ഞാൻ പിന്നെ വീണ്ടും കൊല്ലത്ത് പോയി താമസിച്ചു. വീണ്ടും ഹൈറേഞ്ച് വരും. പിന്നെ അങ്ങനെ പോയി പല ബിസിനസ്സൊക്കെ ചെയ്ത് ഞാൻ തകർന്നു. ആ സമയത്തൊക്കെ ബസ്സിൽ കയറുമ്പോൾ ഒരു വചനം കാണും, ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ ഉണ്ടെന്ന്. ഏശയ്യ 43:5 വചനം കാണും. അപ്പോൾ എനിക്ക് സന്തോഷം വരും. അപ്പോൾ വചനം കാണുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാകും. ഞാൻ പിന്നെ ബൈബിളെടുത്ത് എനിക്ക് ബൈബിളുണ്ടായിരുന്നു. ബൈബിൾ വായിക്കുമ്പോഴത്തേക്ക് എനിക്കൊന്നും മനസ്സിലാകത്തില്ലായിരുന്നു. ബൈബിൾ വായിക്കുമ്പോഴത്തേക്ക് അങ്ങനെ വായിച്ചുകൊണ്ട് വരും. അത് കഴിഞ്ഞ് വീണ്ടും ഞാനിങ്ങനെ ഇറക്കുമ്പോഴത്തേക്ക് 95 ഞാൻ മുമ്പ് എന്നെ വൈഫിനോട് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ ഡിവൈൻ ധ്യാനത്തിന് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ അത് എനിക്ക് പോകാൻ അന്ന് സാധിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ ബൈബിളെടുത്ത് വായിക്കാൻ വീണ്ടും എന്നെ ഓർമ്മിപ്പിച്ച് വെളുപ്പാങ്കാലത്ത് തന്നെ ഈശോ ഇങ്ങനെ മഞ്ഞിനകത്ത് വന്നിങ്ങനെ എൻ്റെ കോരിങ് എടുക്കുന്ന സ്വപ്നം കണ്ട്. അപ്പോൾ അത് മുതൽ പിന്നെ വ്യത്യാസത്തിൻ്റെ രാവിലെ ആകുമ്പോഴേ ഞാൻ സ്വപ്നം കണ്ടെന്ന് പറയുകയും അത് കഴിഞ്ഞ് പിന്നെ 2 മാസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഡിവൈൻ ധ്യാനത്തിന് പോവുകയും ചെയ്തു. 2003-ലാണ് ഞാൻ ഡിവൈൻ ധ്യാനത്തിന് പോകുന്നത്. ധ്യാനത്തിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വെള്ളിയാഴ്ച പോന്ന്, തലേ ആഴ്ചത്തെക്കാരുടെ കൂടെ ഞാൻ ധ്യാനത്തിൽ കൂടി വെച്ച് ശനിയാഴ്ച പുതിയ ധ്യാനത്തിന് ഞാൻ പേര് കൊടുത്ത് പിറ്റേ ദിവസമുള്ള അച്ഛന്മാരിങ്ങനെ വചനം പറയുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ പാവത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ടായി. ഞാൻ 18-ാമത്തെ വയസ്സ് വിളിച്ചതാണ്. പക്ഷേ ഇത്രയും നാൾ കർത്താവ് ഞാൻ പാവം ചെയ്തു പോകാനോ ഈ പാവത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. ഞാൻ കരയാൻ തുടങ്ങി അങ്ങോട്ട്. അപ്പോൾ എല്ലാ പാവത്തിൻ്റെ മേലെ കൂടെ കടന്നു പോയ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കങ്ങ് കരച്ചിലുമുണ്ട്. ഞാൻ കരഞ്ഞിട്ട് എൻ്റെ കണ്ണുനീരും കൊണ്ട് ഷർട്ടും മുണ്ടും എല്ലാം നനഞ്ഞ് അങ്ങനെ കരഞ്ഞിട്ട് ആ ദിവസം മുഴുവൻ കരഞ്ഞിച്ച് പോയി അന്നത്തെ ആ ടോക്ക് ഇരുന്നപ്പോൾ പോയി രാത്രി കിടന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം ധ്യാനം തുടങ്ങിയപ്പോഴത്തേക്ക് പനക്കളച്ചൻ്റെ ടോക്കായിരുന്നു. അപ്പോൾ അച്ഛനിങ്ങനെ പറഞ്ഞത് ഏശയ്യ 1:18 വരെ പറയുകയാണ്, ഇങ്ങനെ വരുമ്പോൾ നമുക്ക് രമ്യതപ്പെടാം, നിൻ്റെ പാവം രക്തവർണ്ണം കൊണ്ട് കമ്പിളി ഒളിപ്പിക്കാം, കടും ചോമ്പോളം മഞ്ഞ് വെളുപ്പിക്കാം, ഞാൻ കഴിച്ച സന്നദ്ധ കഴിച്ച് ആസ്വദിക്കാം, ധിക്കാരം തോന്നാൻ നീ വാളിനിരയാകും. അപ്പോൾ മരണത്തിനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭർത്താവ് ഇരിക്കുന്നവർ എല്ലാവരും രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടത്തില്ല. എൻ്റെ പിതാക്കന്മാർ ഞങ്ങളെല്ലാം പാവത്തിൽ പോയി. അച്ഛൻ പൂജ ചെയ്തുകൊണ്ട നാളായിരുന്നു. അപ്പോൾ അച്ഛനൊക്കെ മരിച്ചു പോയെങ്കിലും എല്ലാം പാവത്തിലാണല്ലോ എന്നോർത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞ്, യേശുവേ നിൻ്റെ ഹൃദയം തരുവാണ്, ഞാൻ പാവം ചെയ്തില്ല, എൻ്റെ ഹൃദയം അഹങ്കാരമുള്ള ഹൃദയമാണെന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് എനിക്ക് ആൾ പറഞ്ഞ പോലെ എനിക്ക് സ്വരം വന്ന് അത് ചോദിച്ചാൽ കിറുക്ക് പിടിക്കുമെന്ന്. ഞാനപ്പോൾ പറഞ്ഞ് കിറുക്കാണെന്ന് സാരമില്ല, എനിക്ക് ഈശോയുടെ ഹൃദയം വേണം പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ അൾത്താരിന്ന് വിളിച്ച് പറയുന്നത്, നിഷ്കളങ്കമായി പാവം സമർപ്പിച്ച കർത്താവിൻ്റെ അരൂപി ഉണ്ടാകും. അതൊന്നെങ്കിൽ കരണ്ടടിക്കുന്ന അനുഭവമായിരിക്കും, അല്ലെങ്കിൽ അന്യഭാഷയായിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഭാഷാ പറയുമ്പോൾ ഒത്തിരി ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ആദ്യം കിട്ടിയ അനുഭവമാണ്. എനിക്ക് അന്ന് അൾത്താരിൽ നിന്ന് ഒരു പ്രകാശം വന്ന് നേരെ നെറ്റിക്ക് തൊടുകയും അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ 2 പെരുവിരലിൽ ഒരൊറ്റ വിറയിൽ വന്ന് എന്നെ ഒറ്റ കറക്കി അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാണുന്നത് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് രക്തം കൊണ്ട് എന്നെ കഴിയുന്ന ഭാഗമാണ്. ഞാൻ റൈസാറെ കഴുകിയിട്ട് പിന്നെ ഇനി തിരികത്തി കാണുന്നു, ഫുൾ രൂപത്തിൽ ഈശോ കാണുന്നു, പിന്നെ മധ്യഭാഗത്ത് കുരിശ് കാണുന്നു, ആൾക്കാരെ മാതാവിനും വിശുദ്ധന്മാരാണ്. പിന്നെ വേറൊരു ആകാശം പൊട്ടിച്ച് മാറ്റി ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഞാൻ പോലെ ഞാൻ വീണ് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊന്നും അറിയാൻ പാടില്ല. പിന്നെ ഞാൻ ഉണർന്നു കഴിയുമ്പോഴത്തേക്ക് എന്നെ ഏറ്റവും മുന്നിരുന്ന് ധ്യാനിച്ച് എന്നെ കൊണ്ട് ഏറ്റവും ബാക്ക് സൈഡിൽ കൊണ്ട് ബെഡേക്ക് കിടത്തിയിട്ടുണ്ട്. ബെഡേക്ക് കിടത്തി കഴിയുമ്പോൾ അവിടുന്ന് ഞാൻ അപ്പോൾ എനിക്ക് പിന്നെ ഉണരുമ്പോഴത്തേക്ക് എനിക്ക് എല്ലാവരെയും സ്നേഹിക്കണം, ഞാൻ ആരെല്ലാം വേദനിപ്പിച്ച് അവരെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറയണം, ഒരു പുതിയൊരു ഹൃദയം സ്നേഹിക്കുന്ന ഹൃദയം തന്ന കർത്താവ്. അത് എസെക്കിയേൽ
പ്രവാചകത്തിൽ പറയുന്നുണ്ട് 36:25-26 പറയുന്ന വചനം അവിടെ തന്നെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിന്നെ ഞാൻ നിർമ്മല ജനത്തിലേക്ക് നിർമ്മീകരിക്കുന്നുള്ള വചനം പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് എന്നപ്പോഴത്തേക്ക് എനിക്കെല്ലാം സ്നേഹിക്കണം എന്ന് എൻ്റെ പഴയ ഇരിപ്പിടത്തിൽ വന്നിരുന്നു ഞാൻ. അപ്പോൾ ഈ മേളിൽ നിന്ന് ഇങ്ങനെ വീഴുന്ന ഞാൻ കർത്താവ് എന്താണ് ഈ വീഴുന്ന് വീഴുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് നീ പരിശുദ്ധാത്മാവിൽ അഭിഷേകം എന്ന് കർത്താവിന് സംസാരിച്ചു സഭാപിതാവി നന്ദി യേശുവിനെ മറുകരി ഇനി തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കർത്താവെ ഞാനെങ്ങനെ പരിശുദ്ധാത്മാവ് എനിക്ക് കിട്ടും, ഞാൻ വിജാതനാണല്ലോ എന്ന്. അപ്പോൾ എനിക്ക് പരിശുദ്ധാനെ പറ്റി നേരത്തെ അറിവില്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ അറിയുന്നത് ഞാൻ ഡിവൈനിൽ ചെല്ലുമ്പോൾ അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വന്ന് എനിക്ക് വചനം കൊണ്ട് തന്നു. അപ്പോസ്തലർ 10:44 പത്രോസ്ലീഹ ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ട് വിജാതിർക്ക് പരിശുദ്ധാത്മ കിട്ടിയ വാവിനെ കൊണ്ട് തന്നു. അപ്പോൾ അതിന് ബോധ്യമായി, അപ്പോൾ നീ കിട്ടുമല്ലോ എന്ന്. തിരിച്ചവിടെ നിന്ന് വന്ന് ഞാൻ എൻ്റെ ഇരിപ്പിടത്തിൽ വന്ന് ബൈബിൾ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ എനിക്ക് സാധാരണ അനുഭവമുണ്ട്. ബൈബിൾ ഇങ്ങനെ പൊങ്ങി നിർത്തിയിട്ട് നോക്കുമ്പോഴത്തെ അഭിഷേകം കിട്ടി കഴിയുമ്പോഴത്തേക്കും എനിക്ക് യോഹന്നാൻ 1 കിട്ടുന്നത്. ആദ്യം വചനം ഉണ്ടായിരുന്നു, ദൈവം വചനമാണെന്ന് ബോധ്യപ്പെടുത്തി വരുന്നത്. അതുവരെ എനിക്കറിയത്തില്ല. അതുവരെ എൻ്റെ ചിന്ത പറഞ്ഞാൽ യേശു പറഞ്ഞത് ശിഷ്യന്മാർ എഴുതി വെച്ചേക്കുന്ന അത്രമാത്രമേ അറിവുള്ളായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ഞാൻ കിടന്നപ്പോൾ വെളുപ്പാങ്കാലത്താണ് എന്നെ കർത്താവ് ഇങ്ങനെ സൗഖ്യം തരുന്ന ഭാവം. ഞാൻ മരത്തേന്ന് വീണിട്ട് ഒരു 18 വർഷമായിട്ട് എൻ്റെ ഇടതേക്കാലിൻ്റെ നൂരത്തിലായിരുന്നു, ചവിട്ടാൻ വേണ്ടിയിലായിരുന്നു നോത്തേടാൻ. കർത്താവ് ഇങ്ങനെ എന്നെ ഉണർത്തി വെച്ച് സൗഖ്യം 3 പ്രാവശ്യം. അപ്പോൾ ഫുൾ രൂപത്തിൽ വിഷയം കാണുന്നത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ ജോസഫിനോട് പറഞ്ഞു, ജോസഫ് എനിക്ക് രാത്രി ഒരു അനുഭവം ഉണ്ടായി, ഈശോൻ്റെ അടുത്ത് ഇങ്ങനെ സൗഖ്യം തന്നു. അപ്പം ജോസഫ് പറഞ്ഞ് ചേട്ടനെ കൂടി ഇതല്ല കാണുന്നത്, ചേട്ടന് ഒത്തിരി അത്ഭുതം കാണിക്കാൻ പോകുന്നു, ചേട്ടനെ ഇന്നലെ എത്ര ആൾക്കാരുടെ വെച്ച് കർത്താവ് സ്പർശിച്ചാണ് എന്ന് പറയും. അപ്പം ജോസഫ് സ്ഥിരം ധ്യാനം കൊടുത്ത വ്യക്തിയായിരുന്നു. അപ്പം ജോസഫിനെ അറിയാൻ ചെയ്യാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ യേശു ക്രിസ്തു ലോകം മുഴുവൻ രക്ഷകനാണ്. യേശു ക്രിസ്തുവിൻ്റെ മുന്നിൽ നമ്മൾ പാവങ്ങൾ ഏറ്റുപറയണം. പാവങ്ങൾ ഏറ്റുപറഞ്ഞാൽ മാത്രമേ ആദ്യ പിതാക്കളെ പാവം ചെയ്തപ്പോൾ പിതാവിൽ നിന്ന് അകന്നുപോയി. വീണ്ടും യേശുവിൽ കൂടെ പൂർണ്ണമായി എല്ലാവർക്കും രക്ഷയുണ്ട്. അത് ഏത് ജാതിപ്പെട്ടവനായിരിക്കട്ടെ, സിഖുകാരനായാലും ശരി, മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, എല്ലാവരും രക്ഷയാണ് യേശു ക്രിസ്തു. അതാണ് അപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 1:10 പറയുന്നുണ്ട്, ഇടയന്മാർക്കുള്ള സന്ദേശം പറയുന്നത് ഇതാ ലോകത്തിന് മുഴുവൻ നിങ്ങൾക്ക് രക്ഷയപ്പരയായിരുന്നു. അപ്പോൾ ലോകത്തിന് മുന്നിൽ രക്ഷയാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു നമ്മൾ പാവങ്ങൾ ഏറ്റു പറയണം. പാവം എന്നാൽ ദൈവത്തിന് ചെയ്യാൻ പറ്റില്ല. പാവം ഏറ്റു പറയുമ്പോഴത്തേക്ക് നമ്മൾ അനുഭവിച്ച് പരിശുദ്ധാത്മാവ് കിട്ടും. ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യർ മറ്റൊരു നാമമില്ല. യേശു ക്രിസ്തു നാമം മാത്രം ആണ് എല്ലാവരും രക്ഷനാമം, സകല മനുഷ്യരും രക്ഷ. അല്ല വേറെ എങ്ങും രക്ഷയില്ല. ഞാൻ എൻ്റെ പാരമ്പര്യത്തെല്ലാം അനുഭവിച്ച് വന്നുകൊണ്ട് അറിയുന്നതാണ്. അപ്പോൾ എനിക്ക് അതിന് ശേഷം ഇതേവരെ എൻ്റെ ഹൃദയത്തിന് ഒരു അസ്വസ്ഥ ഉണ്ടായിട്ട് ഞാൻ എപ്പം പ്രാർത്ഥിച്ചാലും വാർത്ത കാര്യം സാധിച്ചു തരും. എന്നാൽ എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ അത് യേശു സാക്ഷിയാണ്ടിരിക്കുന്നു. ഐ വിറ്റ്നസ് ക്രൈസ്റ്റ്.